ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് റോസിനെ പറ്റിയാണ്. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അഞ്ജു മാഡത്തിൻ്റെ ഒരു വീഡിയോ. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ആ റോസ് വാങ്ങിക്കുകയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു. ഒരുപാട് നന്ദി. അപ്പം അഞ്ജു മാഡം തന്നെയാണ് ഇന്ന് നമുക്ക് കോംബോ ഓഫേഴ്സിനെ പറ്റി, റോസിൻ്റെ ഏറ്റവും കുറഞ്ഞ കോംബോ ഓഫേഴ്സിനെ പറ്റി പറയുന്നത്. അതുപോലെ ജമന്തി തൈകളും ഏറ്റവും വിലക്കുറവിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നേരത്തെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. ഇനി അഞ്ജു മാഡം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇന്ന് നമ്മൾ പുതിയ കുറച്ച് റോസ കളക്ഷനാണ് പരിചയപ്പെടുന്നത്. ഇതൊക്കെ ഡബിൾ ഷെയ്ഡുള്ള നല്ല വെറൈറ്റി റോസകളാണ്. ഒരുപാട് വെറൈറ്റി റോസകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ റോസയെല്ലാം ബഡ് റോസയാണ്. വെറൈറ്റി റോസുകളാണ് ഈ പ്രാവശ്യം ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട്. അത് 10 കളറ് വെറൈറ്റി റോസ, ഡബിൾ ഷെയ്ഡൊക്കെ ഉള്ള റോസകൾ 10 എണ്ണം 500 രൂപയ്ക്ക് നമ്മൾ കൊറിയർ ചെയ്തു തരുന്നുണ്ട്. അത് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാം. പിന്നെ നാടൻ ബഡ് റോസകൾ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് 7 ഡേയ്സ് റോസ, നമ്മുടെ പനിനീർ റോസ, അങ്ങനെ കുറേ റോസകൾ നമുക്കിപ്പം സ്റ്റോക്കായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ചെയ്ത റോസകൾ അല്ലാതെ ബഡ് റോസകളും സ്റ്റോക്കുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു. കുറേ പേർക്ക് ചെടി ഞാൻ കൊടുത്തു. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് റോസകൾ നമ്മുടെ ഡബിൾ കളറാണ്. കൂടുതൽ പേരും എന്നോട് ആവശ്യപ്പെടുന്നത് ഈ ഡബിൾ കളറാണ്. കോംബോയിലും ഡബിൾ കളറും നമ്മുടെ റെഡ് പിനാക്കോ, പിന്നെ അങ്ങനെയുള്ള റോസകൾ തന്നെയാണ്. നല്ല വെറൈറ്റി റോസുകൾ തന്നെയാണ് കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് പ്ലാന്റ് ലഭിക്കും. ഈ പ്ലാന്റിൻ്റെ എല്ലാം ചെറിയ പ്ലാന്റുകളാണ്. എന്നാലും എല്ലാ പ്ലാന്റിലും പൂവുള്ളത് തന്നെയാണ് കോംബോ ഓഫറിലും നമ്മൾ കൊടുക്കുന്നത്. റോസ പ്ലാന്റിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ അത് നോക്കിയാൽ മതി. അതിനകത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ റോസയുടെ കെയറിങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റോസ വെയിലുള്ളിടത്ത് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കൊടുക്കണം. ഞാനിപ്പോൾ റോസയ്ക്ക് ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് 2 നേരവും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് റോസയ്ക്ക്. ഞാൻ അയച്ചു തരുന്ന അതേ രീതിയിൽ തന്നെ റോസ നട്ടാൽ മതി. ആ മണ്ണൊന്നും കളയുവോ ഒന്നും വേണ്ട. ഏതെങ്കിലും പൂവോ മൊട്ടോ വല്ലതും ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് റോസ നമ്മൾ സാധാരണ നടുന്ന പോലെ തന്നെ നടാം. നടുന്ന രീതികളും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നടുക. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു റോസ് നടുന്ന രീതി, അതുപോലെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന രീതി, വളങ്ങൾ എങ്ങനെയാണ് ചേർക്കേണ്ടത്, എല്ലാത്തിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അഞ്ജു മാഡം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് നേരത്തെ മാഡം എനിക്ക് കുറച്ച് പ്ലാന്റ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറേയേറെ റോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടുന്നവരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും എൻ്റെ കയ്യിൽ ഇത്രയും വലുപ്പത്തിലുള്ള റോസ് പ്ലാന്റ്സ് കിട്ടുക എന്നുള്ളത്. പക്ഷെ ഒരു സംശയവും വേണ്ട, നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളൊന്നും തന്നെ വാടിപ്പോകാതെ, അതുപോലെ തന്നെ ഒരു മുട്ട് പോലും ചീത്തയാവാത്ത രീതിയിലാണ് പാക്ക് ചെയ്ത്, നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ കവറിലാക്കിയാണ്, വേരെല്ലാം നമ്മുടെ ഒരു ചെറിയ ഗ്രോ ബാഗിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് അതിൽ വെച്ചിട്ടാണ് അയച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 10-15 പ്ലാന്റ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പോലും ചീത്തയായിട്ടില്ല. പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തിയാണ്. ഓർക്കിഡ് റോസൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി റോസ്
ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊറിയർ കിട്ടിയത്. അപ്പം കിട്ടാൻ താമസിക്കാനുള്ള കാരണം ഒരു സൺഡേ അതിൻ്റെ ഇടയിലായിപ്പോയി. അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ശരിക്കും ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ്. പേപ്പേഴ്സൊക്കെ വെച്ച് നന്നായിട്ട് കവർ ചെയ്താണ് ഓരോ പ്ലാന്റ്സും എനിക്ക് അയച്ചു തന്നത്. ഓൺലൈനായിട്ട് എനിക്ക് കിട്ടിയ പ്ലാന്റ്സാണ് ഈ കാണുന്ന എല്ലാം. അഞ്ജു മാഡം ഓരോ പ്ലാന്റ്സും സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്താണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ്സും ചീത്തയായിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. നമുക്കിന്ന് റോസിൻ്റെ കുറച്ച് കളക്ഷൻസ് കണ്ടു നോക്കാം.
ജമന്തി പ്ലാന്റിൻ്റെ കെയറിനെ പറ്റി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അഞ്ജുമയുടെ എത്ര രൂപയ്ക്കാണ്, എത്രയാണ് ഈ ഒരു ജമന്തി പ്ലാന്റ് പ്രൈസ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. അതുപോലെ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയും പറയുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നാടൻ ജമന്തികൾ വന്നിട്ടുണ്ട്. നല്ല മണമുള്ള നല്ല നാടൻ ജമന്തികൾ. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപ വിലയിലാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. എല്ലാം ഇതുപോലെ തന്നെ പൂവുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത്. കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ വാട്സപ്പിൽ ആ കളറും എല്ലാം ഇട്ട് തരും. ഒരു 5 കളറോളം ഇപ്പം നമ്മുടെ ഈ സ്റ്റോക്കുണ്ട്. ഇതിൻ്റെ തണ്ട് വരെ മാറ്റി വെച്ചാൽ ഇതിൻ്റെ കിളിക്കും. തണ്ട് ഒടിച്ച് കമ്പ് ഒടിച്ച് കുത്തിയാൽ പോലും ഈ ജമന്തിയുടെ കമ്പ് കിളിക്കുന്നുണ്ട്. നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോകുന്ന കമ്പൊക്കെ നമ്മൾ ചുമ്മാ നട്ടി വെക്കുന്നത് വരെ ഇവിടെ കിളിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞങ്ങൾ സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരും. ജമന്തി അധികം വെയിലുള്ളിടത്ത് വെക്കണ്ട. ഇത് വർഷങ്ങളോളം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ജമന്തി തന്നെയാണ്. നമ്മുടെ ഇവിടെയൊക്കെ കുറേ നാളായിട്ട് ഈ ജമന്തിയുടെ പ്ലാന്റ് ഞാൻ ഇതുപോലെ വാങ്ങിച്ചു വെച്ചതാണ്. ഇതിൻ്റെ കമ്പ് കുത്തി വെച്ചിട്ടും പ്ലാന്റ് കിളിക്കുന്നുണ്ട്. മഴത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മഴ കൊള്ളിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അധികം വെയിൽ വേണ്ട. പൂ കിട്ടണമെങ്കിൽ വെയിൽ വേണം, എന്നാലും അമിതമായ വെയിൽ വേണ്ട. നല്ല മണമുള്ള ജമന്തിയാണ്. ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ ഈ പൂവ് പോകുമ്പോൾ പൂവിൻ്റെ പൂ കട്ട് ചെയ്ത് കളയണം. നമ്മൾ ഉണങ്ങിയ പൂക്കളെല്ലാം കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. പൊട്ടിക്കിളിർത്ത് ഈ ജമന്തി വരും. ജമന്തി മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റുമാണ്. ഞാൻ തന്നെ ഇപ്പോൾ കുറേ ഇതുപോലെ സെയിൽ ചെയ്തിട്ടുണ്ട്. നാടൻ ജമന്തി മാത്രമേ നമ്മളിവിടെ വിൽക്കത്തുള്ളൂ. അല്ലാതെ വേറൊരു സൈസ് ജമന്തി ഉണ്ട്, അത് നമുക്കങ്ങനെ പിടിച്ച് കിട്ടുന്നില്ല. പക്ഷേ ഈ ജമന്തി നല്ലവണ്ണം പിടിച്ച് കിട്ടുന്ന ജമന്തി. ഇനി നമുക്ക് കുറച്ച് സെലൂസിയ പ്ലാന്റ് സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ 3 കളറുണ്ട്. അത് ചെറിയ തൈകൾ, ആ പൂക്കൾ ആയി വരുന്നതേ ഉള്ളൂ. സെയിലിനായിട്ടുള്ളതാണ്. ഇതും അതുപോലത്തെ തന്നെ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ പൂവിനല്ല ഭംഗി, ഇതിൻ്റെ ലീഫിനാണ് ഭംഗി. ഇതിൻ്റെ തൈകൾ ഇവിടെ അവൈലബിളാണ്. ഇത് വെയിൽ കൊള്ളുന്നതനുസരിച്ച് ഈ ഇലയ്ക്ക് നല്ല കളർ വരും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൽ നിറയെ വിത്തുകളുണ്ട്. അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് ഒരുപാട് തൈകളുണ്ടാകും. ഇത് പോയിൻസിറ്റിയ. ഇതിൻ്റെ 3 കളറ് നമുക്കിപ്പോൾ അവൈലബിളാണ്. ആവശ്യമുള്ളൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ കൊറിയർ ചെയ്തു തരാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.